ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥ, ദ കോൾ ഫോർ റിപ്പൻറ്റൻസ്, അനുതാപത്തിൻ്റെ ക്ഷണം. 21-ാം തീയതി വ്യാഴം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജോസഫിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തിലേക്ക് വരികയാണ്. ജോസഫ് കൂടപ്പുറപ്പുകളോടൊക്കെ പറഞ്ഞു സഹനമൊക്കെ കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ യാത്രയാക്കുകയാണ്. സമ്മാനങ്ങളൊക്കെ ഒത്തിരി കൊടുത്ത് എന്തിനാ വിടുന്നേ, അപ്പനെയും കൂട്ടിക്കൊണ്ട് പോവാ, എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരെ, ഞാൻ വേണ്ടതൊക്കെ ക്രമീകരിച്ചോളാം. ശരിക്കും ജോസഫിനൊരു പ്ലാനുണ്ട്. ജോസഫിന് അവിടെ നല്ല സ്വാധീനമൊക്കെ ഇല്ലേ, ഇപ്പോൾ കൊള്ളാവുന്ന ഒരു സ്ഥലം നോക്കി നമുക്കിവിടെ കൂടാവുന്ന ഇവിടെ സെറ്റിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ പറഞ്ഞ് സമ്മാനമൊക്കെ കൊടുത്ത് യാത്ര വിടുകയാണേ. പക്ഷേ ആ കൂട്ടത്തിൽ ജോസഫ് പറയുന്നൊരു കാര്യം ഭയങ്കര രസകരമാണ്. ജോസഫ് ഇവരെ യാത്രയാക്കിയിട്ട് പറയുകയാണ്, നിങ്ങളിത് എടുക്കണം. ഉൽപ്പത്തി 45-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ഉൽപ്പത്തി 45:24 അവസാന വാക്യം ഇങ്ങനെയാണ്: അവർ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, വഴിക്ക് വെച്ച് ശണ്ട കൂടരുത്. എടാ ചേട്ടന്മാരെ, നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം, സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവരോടും സ്നേഹമൊക്കെയാണ്, ഇനിയും പോകുന്ന വഴിക്ക് കിടന്ന് വഴക്കുണ്ടാക്കിയേക്കരുത്, വഴക്കും വയ്യാവിയിലേക്ക് നിർത്ത് എന്ന് ജോസഫ് സ്നേഹത്തോടെ, ജോസഫിൻ്റെ ശ്രദ്ധ അതാണ്, ഇനിയും വഴക്കുണ്ടാക്കിയേക്കരുത്, പോകുന്ന വഴിക്ക് വഴക്കുണ്ടാക്കരുത്. ഇവർ ചെന്നിട്ട് യാക്കോബിനോട്, അപ്പനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൻ അവിടുന്ന് പതുക്കെ ഇറങ്ങുക, സ്വത്തൊക്കെ ശേഖരിച്ച് അവിടുന്ന് ഇറങ്ങുകയാണ്. എന്നിട്ടുണ്ടല്ലോ, ബേർഷബായിലെത്തിയപ്പോൾ തിരിച്ചു വരികയാണ്. യാക്കോബ് ഈജിപ്തിലേക്ക് ജോസഫിൻ്റെ ക്ഷണം സ്വീകരിച്ച് പോരാൻ പോവുക. അപ്പം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: ബേർഷബായിലെത്തിയപ്പോൾ അവൻ തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് ബലികൾ അർപ്പിച്ചു. അത് ഒരു വഴിക്കിറങ്ങുന്നതിന് മുമ്പും ജോസഫ് പ്രാർത്ഥിക്കുക. നിർണായകമായ ഒരു യാത്രയാണ് പോകാൻ പോകുന്നത്. കൂടും വീടും വിട്ട് പുതിയൊരു നാട് തേടി പോവാണ് ജോസഫ്. നിങ്ങൾ ആ യാത്ര, നമ്മുടെ നാട്ടിലിപ്പം നമുക്കത് മനസ്സിലാകും. കാരണം നമ്മളിപ്പോൾ അതുപോലെ ഉള്ള പുരയിടവും സ്ഥലവും എല്ലാം വിറ്റ്, വീടൊക്കെ വിറ്റ്, ഭാണ്ഡക്കെട്ടും എടുത്ത് നമ്മൾ വിട്ടു പോകുന്നൊരു കാലമല്ലേ, മൈഗ്രേഷൻ്റെ ഒക്കെ ഒരു കാലമല്ലേ. അപ്പം അങ്ങനത്തെ വളരെ നിർണായകമായൊരു യാത്ര, തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്തൊരു യാത്രയിലേക്ക് ഈ യാക്കോബും സംഘവും, യാക്കോബും മക്കളും പോവാണ്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ അറിയാണ്ട് യാക്കോബിന് പകരം ജോസഫ് എന്നുള്ള വാക്ക് വന്നോന്ന് സംശയമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടേക്കണം. എന്നിട്ട് ഈ ബലി അർപ്പിച്ചു. ഇസഹാക്കിൻ്റെ, തൻ്റെ അപ്പനായ ഇസ്രായേലിന് പൂർവികർ പഠിപ്പിച്ച പാഠങ്ങൾ മറക്കാതെ യാക്കോബ് ബലി അർപ്പിക്കുകയാണ്. ആ ബലി അർപ്പണത്തിൻ്റെ അവസാനം ഈ യാക്കോബിന് ദർശനം കിട്ടുകയാണ്. ആ ദർശനത്തിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു. യാക്കോബേ യാക്കോബേ, അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ദൈവമാണ്, നിൻ്റെ പിതാവിൻ്റെ ദൈവം. ശ്രദ്ധിക്കണം, ആ രംഗം വിഷ്വലൈസ് ചെയ്യുക. പെട്ടിയും ഭാണ്ഡവും എടുത്ത് യാക്കോബ് പോകുന്ന വഴിക്ക് ബേർഷബായിൽ വെച്ച് ദൈവസ്മരണയിൽ കർത്താവിന് ബലിയർപ്പിക്കുന്നു. ബലിയർപ്പിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട്, യാക്കോബേ യാക്കോബേ, ഞാനാടാ, ദൈവമാടാ, നിൻ്റെ പിതാവിൻ്റെ ദൈവമാടാ എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്നൊരു കാര്യമുണ്ട്: ഈജിപ്തിലേക്ക് പോകാൻ നീ ഭയപ്പെടേണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും. ഞാൻ നിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് വരും, നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഇത് കർത്താവിൻ്റെ പ്ലാൻ കണ്ടോ? നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇത് വായിച്ചാലാണ് ഇനി നടക്കാൻ പോകുന്ന ചരിത്രം മനസ്സിലാകുന്നത്. ഇത് കർത്താവ് പറയുന്നു യാക്കോബിനോട്, യാക്കോബെ കൊച്ചേടാ, നിനക്കൊരു പരിഭ്രമം ഉണ്ടോ ഈജിപ്തിലൂടെ നിന്ന് കയറാൻ? വല്ലവരുടെ നാടല്ലേ, നമ്മുടെ നാടല്ല, പിതാക്കന്മാരുടെ ദേശമല്ല, അങ്ങോട്ട് പോകാൻ പേടിയുണ്ടോ? ഒന്നും പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്, വിട്ടു. എന്തിനാ വിടുന്നേ? അവിടെ ചെന്നിട്ട് അവിടെ വെച്ച് നിന്നെ ഞാനൊരു വലിയ ജനമാക്കി മാറ്റും. എന്നിട്ടോ ആ വലിയ ജനത്തെ ഞാൻ അവിടുന്ന് പുറത്തിറക്കി കൊണ്ടുവരും. ഈ ചരിത്രം മുഴുവൻ പുറപ്പാട് പുസ്തകമല്ല ഇതല്ലേ. അവിടെ ചെല്ലുന്നു, അങ്ങോട്ട് പോകുമ്പോൾ ഒരു അപ്പനും മക്കളും ഉള്ളുന്നേ. എന്നിട്ട് അവിടെ ചെന്നിട്ടൊരു തലമുറ, ഒരു ജനതയായിട്ടത് മാറുക. ഇസ്രായേലിൽ ജനതയായിട്ട് മാറിയപ്പോഴാണ് ഈജിപ്തുകാർക്ക് കണ്ടുകൂടാതെ സഹിക്കാൻ പറ്റാതെ അടിമത്തം ഏൽപ്പിച്ചത്. അപ്പോൾ കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഈ അടിമത്തത്തിൽ നിന്ന് എൻ്റെ മക്കളെ ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തുകൊണ്ട് വരും. അങ്ങോട്ട് പോയപ്പോൾ ഒരു കുടുംബമായിട്ട് പോയെങ്കിൽ തിരിച്ചിറക്കിക്കൊണ്ട് വരുന്നത് ഒരു വലിയ ജനതയായിട്ട് ഇറക്കിക്കൊണ്ടുവരും. പ്രിയമുള്ളവരെ, ചില സഹനകാലത്തിലേക്ക് കർത്താവ് നമ്മളെ ഒരുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അവസാനം ഒരു വലിയ ജനമാക്കി മാറ്റാനാണ്. ഒരു വലിയ പദ്ധതിയുണ്ട് കർത്താവിന്. ശരിക്കും ചിന്തിച്ച് നോക്ക്. അവിടെ ഈജിപ്തിൽ അടിമത്തത്തിൽ കിടന്നപ്പോൾ ഇവർ ഓർത്ത് കാണും, ദൈവമേ, അന്ന് ആ യാക്കോബ് കാണിച്ച മണ്ടത്തരമല്ലേ, എട്ടും പാണ്ടും എടുത്ത് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. പക്ഷെ ഇവിടെ വെച്ചാടാ ഒരു ജനമായിട്ട് നീ മാറിയത്, ജനതയായിട്ട് മാറിയത്. ഇനി ഇവിടുന്ന് നിന്നെ പുറത്തിറക്കിയിട്ട് കാനാൻ ദേശത്തെത്തിക്കും. അവിടെയാണ് കർത്താവിൻ്റെ പ്ലാൻ. അപ്പം അതുകൊണ്ട് ദൈവജനമേ, ഇവിടെ യാക്കോബ് എടുത്തൊരു ശൈലിയുണ്ട്. ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് എത്ര പ്ലാൻ ചെയ്ത്, എത്ര കൺസൾട്ടേഴ്സിനോട് ആലോചിച്ച്,
എത്ര എത്ര കാലം നോക്കിയിരുന്ന് വിസ അടിച്ച് എങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പും കർത്താവിനോട് ചോദിച്ചേക്കണേ, അനുവാദം മേടിച്ചേക്കണം. കർത്താവിൻ്റെ അനുവാദം മേടിച്ചിട്ട് ഇറങ്ങുന്ന ഇറക്കത്തിലൊന്നും പേടിക്കണ്ട. കർത്താവ് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, അവിടെ വെച്ച് നിന്നെ ഒരു ജനമാക്കും, അവിടുന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. കാരണം ഞാനാണ് നിനക്ക് മുമ്പേ പോകുന്നത്. പ്രിയമുള്ളവരെ, അത്തരമൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ, യാക്കോബിനോടുകൂടെ എന്നതുപോലെ ഞങ്ങളുടെ യാത്രയിലുടനീളം ഞങ്ങളുടെ ഒപ്പവും നീ ഉണ്ടാകണമേ. എല്ലാ അടിമത്തത്തിൽ നിന്നും നീ ഞങ്ങളെ പുറത്തു കടത്തുകയും വേണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.